നല്ല മണമല്ലേ? ഒരു മിനിറ്റ്, ഇത് നല്ലതാ. நல்ல கெட்டதா அது? கௌரி, இப்பவே நிறைய சப்பு இல்ல. இனி மழை பெஞ்சதுன்னா அவ்வளவுதான், ஒரு மாதிரி ஆயிடும் இதெல்லாம். അത് തന്നെ, നല്ല ചൂടില്ലേ ഇപ്പം, അതുകൊണ്ട് മഴ വരാൻ ഭയങ്കര ലേറ്റ് ആവുന്നാണ് തോന്നുന്നു. ഹലോ, എന്താണ് പരിപാടി? ഇവിടെ സിനിമാ പ്രദർശനം. കോമഡിയേ ആണ്. ചൂരം കൊടു, അല്ല പണിയായിട്ട്. ഓ ഹലോ, നിങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ തന്നെയാണ് ഇവിടുത്തെ പണിയൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഓഹോ, അപ്പൊ അതിന് ശേഷം പണിയണ്ടേ? ഇല്ലല്ല, ചേച്ചി ചെയ്യും. ആകെ ഉറക്ക്. എന്താണ് ഇവിടൊക്കെ വൃത്തിയാക്കുന്ന? വീടിന്റെ അകവേ വൃത്തിയാവണല്ല, പരിസരമെങ്കിലും വൃത്തിയാവട്ടെ. എന്താ അങ്ങനെ ടോക്ക്? മോളെ, നീയും കല്ലും കൂടെ വീണ്ടാ മൊത്തം പേപ്പർ പിച്ചുവാരിട തന്നെ. அது கௌரி சொன்ன ரொம்ப கரெக்ட் தான். கேஸோட ரூமை பார்க்கணும். அப்பா சாமி பேப்பரு சவரு எல்லாமே அங்கேயே கிடக்கும். ஹாலு அம்மா நினைச்சாலே எனக்கு ஒரு மாதிரியா இருக்கு. പടം വരയ്ക്കാനാണ് ഇത്രയും വലിയ പ്രശ്നം? അയ്യോ, ഇയാൾ വലിയ പിക്കാസോ. ഒരു പ്രശ്നമില്ല, താൻ വരച്ചോ. വെറുതെ ഇരിക്കേ, മാങ്ങോർക്ക് കേശോടെ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ച രാത്രി ആയിരിക്കും വരണേന്ന്. എന്തരാണത് മാവിന്റെ ഒട്ടി എല്ലാരും കൂടെ മാങ്ങ ഉറങ്ങണ? നിനക്ക് കുളി തന്നെയൊന്നുമില്ലേ? 4 ദിവസം നീ കല്യാണ വേഷത്തിൽ തന്നെയാണോ? ചേച്ചി, ഞാൻ ആപ്പടെ മൂന്നിയോടെ ഡ്രസ്സേ കൊണ്ടേയുള്ളൂ, തിരിച്ചു മറിച്ച് കിടണ്ടേ? നിന്ന് തിളങ്ങണം, അതുകൊണ്ട് ചോദിച്ചതാ. സൂപ്പർല്ലേ? ബസ് വരുമ്പോ എല്ലാരും നോക്കുമായിരുന്നു, ഓ മൈ ഗോഡ് വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കൂല നോക്കിയത്. കുമാരനിങ് എത്തിയോ? ഇത് എന്തൊരു കോലവാടാ. നീ വയനാട്ടിൽ പുൽപ്പള്ളിയിലെങ്ങാണ്ട് കല്യാണത്തിന് പോയിട്ട് പിന്നെ നേരെ ബാംഗ്ലൂർ എങ്ങാണ്ട് പോയിട്ടൊക്കെ വരത്തുള്ളൂ പറഞ്ഞിട്ട്. പുൽപ്പള്ളിയില് നമ്മള് കല്യാണം കൂടിയിട്ട് വയനാട് ഒരു കറക്കം കറങ്ങി, അവിടുന്ന് നേരെ മൈസൂർ വിട്ടു, മൈസൂർ ഒരു കറക്കം കറങ്ങി, അവിടുന്ന് നേരെ ബാംഗ്ലൂർ വിട്ടു, അവിടെയും ചെറിയൊരു കറക്കം കറങ്ങിയിട്ട് ഞാനിങ്ങ് വന്നു. എന്നാ പിന്നെ അവിടെ അടുത്തല്ലായിരുന്നോ ബോംബെ? അവിടെയും കൂടെ കറങ്ങിയിട്ട് വന്നാ പോരായിരുന്നോ? അവിടെ കറങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ ബഡ്ജറ്റ് തീർന്നുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മൂമ്മയെ വിളിക്കാന്ന്. അയ്യോ, എന്നിട്ട് എന്താ വിളിക്കാൻ? ഞാൻ പൈസ അയച്ചു തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വിളിക്കാൻ ഞാൻ. ഇനി 2 മാസത്തേക്കിന് ഈ വീടിന് വെളിയിലോട്ട് നീ ഇറങ്ങിയേക്കരുത്, പറഞ്ഞാട്ടാ. സെറ്റ് പോലെ. കേശോടാ, ബാംഗ്ലൂർ പോയിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? ബാംഗ്ലൂര് മക്കൾക്ക് മേടിച്ചോണ്ട് വരാൻ പറ്റിയ സാധനം ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടൊന്നും മേടിച്ചില്ല. അപ്പൊ മൈസൂരിൽ നിന്ന് വരുമ്പോ മൈസൂർ പാക്ക് മേടിക്കായിരുന്നല്ലോ. മൈസൂർ പാക്ക് ഒന്ന് ചിരിച്ചു കാണിച്ചവൻ തരില്ല. ജംഗ്ഷനിൽ ഇറങ്ങിട്ടേ ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വരാൻ കാശില്ലാത്തോണ്ട് ഞാൻ അന്തസ്സായിട്ട് നടന്നു വന്നത്, കേട്ടല്ലേ? അതിന്റെ അടുത്ത് വർത്താനം പറയല്ലേ. മക്കളെ, ചേട്ടൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഇവിടുന്നൊക്കെ കൂട്ടി വെച്ചത്, അത് തീർന്നുപോയി. നീ മനസ്സിലാക്കണം എന്റെ അവസ്ഥ. അതെ അതെ, അവിടെ നിന്ന് ഇവിടെ ഇസ്കിയ കാശ് ഉണ്ടായിരുന്നു അല്ലേ? ഇത് തന്നെ ഇവിടുത്തെ പ്രശ്നം. സത്യം പറയാലോ അമ്മൂമ്മ, ഞാൻ വിചാരിച്ചാണ് പോയ വഴി അങ്ങ് പോയാ മതിയായിരുന്നു, സന്തോഷമായിട്ട് അങ്ങ് പോവായിരുന്നു. സത്യം, ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നേനെ. എപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല, പോണെങ്കി പോവാൻ കേട്ടോ, നമ്മളാരും നടയൂല. ആകെ ഒരു ആന്തരേ ഉള്ളൂ, മര്യാദക്ക് വീട്ടിൽ കുത്തിയിരുന്നോണം കേട്ടാ. കണ്ടേ കേശോട്ടാ, ഇത്രയൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ല. അറിയാ ഈ ചോദ്യം വരുമെന്ന്. എന്റെ മക്കൾക്ക് ചേട്ടൻ കൊണ്ടുവന്ന എന്തിനാണ്? മുട്ടായി. പിടി. ഹലോ ഹലോ, ഒറ്റയ്ക്ക് കഴിക്കുവാണോ? നമുക്കൊന്നുമില്ലേ? അത് പറ്റത്തില്ല, കല്ല് സമ്മതിക്കത്തില്ല. അപ്പൊ നീ കഴിക്കണേ കുഴപ്പമില്ലേ? കല്ലുനെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവളെന്നെ പഞ്ഞിക്കിടും. எதுவானாலும் 2 நாளைக்கு சாப்பிடுறதுக்கு நிறைய சாக்லேட் இருக்கு இப்போ. 2 നാളേക്ക് ഇപ്പൊ കണ്ടോണം, 1 മണിക്കൂർ കഴിയുമ്പോ ഇത് കാണത്തില്ല. പിന്നെ കനാന്റെ ആന്റിക്ക് ഒരു സ്പെഷ്യൽ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. என்னதுடா? ഇപ്പം വെളിപ്പെടുത്താൻ പറ്റില്ല, പിന്നെ പറയാം. எனவே எனக்கு ரொம்ப சந்தோஷாச்சு. ഗൗരി சொல்லி கொடுத்தா. എനിക്ക് വയ്യ. ഇതിനോട് നിൽക്കണോ കൂടി? ഞാനും ആലോചിച്ചു, ഞാൻ പോട്ട്. നിങ്ങളെപ്പോ തൂക്ക്, ഞാൻ പെരുക്കിട്ട് വരാം. പെരുക്ക് തൊള്ളി. പാടാ, നമുക്ക് പോയി മമ്പരം വെക്കാം. അത് തന്നെ. ഇത് കല്ലു, ഇത് കല്ലു, ഇതെനിക്ക്, ഇത് കല്ലു. എന്താ ലൂസേ?
കുഞ്ഞമ്മ കണക്ക് അങ്ങോട്ടൊന്നും ശരിയാവുന്നില്ലല്ലോ. എന്താ ശരിയാവാതെ? എനിക്ക് കുറവും കുഞ്ഞമ്മയ്ക്ക് കൂടുതലും. നിനക്ക് രണ്ടുമിട്ടായി കൂട്ടി തന്നാ പോരെ? പോരാ, കൊറേ വേണം. പാറുവേ, നീ എത്ര മിഠായി എടുത്തെന്ന് പറഞ്ഞു കൊടുക്ക്. അമ്മായി വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. കല്ലു, നിനക്ക് ആവശ്യമുള്ള മിഠായി എല്ലാം ഞാൻ തരാം. നീ അതിന്റെ പേര് വഴക്കുണ്ടാക്കണ്ട. കഴിച്ചോ. നാ. പാറുവേ, ഇവിടെ ഒരാളെ നിക്കണ കണ്ടോ? എനിക്കും കൂടെ താഴെ ഒരു മിഠായി കൊടുക്കണമല്ലോ. കൊടുക്ക്, അല്ലെങ്കിൽ കൊതി വിടും. ഒരു മിഠായി. ഓ, അപ്പൊ സ്പെഷ്യൽ ചോക്ലേറ്റ് എനിക്കില്ലേ? ഇല്ല. ഓ, സ്പെഷ്യൽ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഇരിക്കട്ടെ. ഓഹോ, തരൂല. അത് ഞങ്ങൾ കൊള്ളയാ. അതെ, ഇതെന്താ ഇവിടെ? മിഠായി നിന്ന് ഈ മിഠായൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു തീർക്കാനാണ് ഉദ്ദേശം? കുറച്ച് കൂടെ തീരുന്നു. പോച്ച നല്ല ഇടികൊള്ളും കേട്ടാ. എന്തോരം മിഠായാണ് ഈ കഴിക്കണത്? ഇങ്ങനെയൊക്കെ കഴിച്ചാലേ വല്ല വയറുവേദനയാ പല്ലുവേദനയൊക്കെ എടുക്കും. പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ നേരം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ആരോ വന്നപ്പോഴത്തേക്കും കുറെ മിഠായി കൊണ്ടേ കൊടുത്ത്, അതും ഇതേപോലെ ഒറ്റയടിക്ക് രണ്ടുപേരും കൂടെ തിന്ന് തീർത്ത്. ഇതൊന്നും അത്ര നല്ല ശീലമല്ല കേട്ടാ. കുറച്ചും കൂടെ കഴിക്കട്ടെ. ഒരു കഴിക്കലും ഇല്ല, മതി കഴിച്ചത്. പാറുവേ, എല്ലായിടത്തും വെച്ചേ. ഞാൻ പറഞ്ഞ വെക്കാന്ന് ഇവളോ സമ്മതിക്കാൻ. കേശു, കേശുവേ, ഓ, ഇവിടെ വാ. ആടാ, ഞാൻ വിളിക്കാം. ഒറ്റ ഇത് കണ്ടാ നീ? എടാ, നീ മിഠായി മേടിച്ചോണ്ട് കൊടുക്കണേ കുഴപ്പമില്ല. 2 എണ്ണം കൊടുത്തിട്ട് ബാക്കി കൊണ്ട് വെച്ചുകൂടായിരുന്നോ? ഇവിടുത്തെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ? എല്ലാം കൂടെ ഒരുമിച്ച് ചോറുണ്ടെന്ന് കൂടെ മിഠായി കഴിക്കണത്. ഹലോ പാറുടെ, തോന്നുന്നു ഒരു മയത്തിലൊക്കെ തിന്നെ. ഇതൊക്കെ ഷുഗർ ആണ്. അതെ, കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം 1 or 2 കഴിക്ക്, മതി. ചിരിക്കണോ? പിള്ളേരുടെ പോയിട്ട് കഴിക്കട്ടെ. ചിറ്റുനോടില്ലേ ശോ? ഇവക്കൊന്നും നമ്മളെ പേടിയില്ല അമ്മായി. ഇവർക്കേ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം, നോക്കിക്കോ, 2നും കിട്ടും. സിദ്ധുവേ, ഇങ്ങ് വന്നേ. ഇപ്പൊ ശരിയാക്കി തരാം കേട്ടാ, നോക്കിക്കോ. ദേ, ഇത് കണ്ടോ? ആഹാ, 2 ക്യൂട്ടീസും മിഠായി കഴിക്കുക. മൊത്തം കഴിക്കണോട്ടോ. മൊത്തം കഴിക്കുക. ഇതെന്ത് ചോറും കറിയാ? കഴിച്ചാട്ടെ, എന്നിപ്പോ എന്താ കുഴപ്പം? പൊന്നു സിദ്ധു, ഇത് ഇങ്ങനെ ഇരുന്ന് കഴിച്ചാലല്ല പല്ലുവേദന വയറുവേദന ഒക്കെ എടുക്കും. നീ കൊണ്ടുപോകും ആശുപത്രിയില്. ഞാൻ കൊണ്ടു. ദൈവമേ, ഏത് നേരത്താണാവോ? വന്നേ. അതെ, ഇന്നിവിടെ വിളിച്ചു വരുത്തി എന്തിനാന്നറിയോ? ഈ പിള്ളേരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ സിദ്ധു, ഇത്ര മിഠായി ഒന്നും കഴിക്കാൻ പാടില്ല, ശരീരത്തിന് കേടാ. അറിയാൻ പാടില്ല അതൊന്നും. അങ്ങനെ ഉണ്ടല്ലേ? ശരിയാക്കി തരാം. കൊറേ മിഠായി കഴിച്ചു, ഇനി മിഠായി കഴിക്കണ്ട, പല്ലുവേന വരും. ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പല്ലുവേന വന്നത്? അതൊക്കെ അങ്ങ് മാറിക്കോളും. ഞങ്ങൾ മിഠായി കഴിക്കും. അവര് കഴിക്കുന്ന പറയണേ. പൊന്നു സിദ്ധു, ഒന്ന് ചൂടായിട്ട് സംസാരിക്കും. ചൂടായിട്ട് സംസാരിക്കണല്ലേ? നിങ്ങക്ക് അതാണോ വേണ്ടത്? പല്ലൂസേ, ഞാൻ പറയുവാ, ഒരുപാട് മിഠായി നീ കഴിച്ചു, ഇനി നീ മിഠായി കഴിക്കണ്ട. പാറു നിന്നോട് കൂടിയാ. ഞങ്ങൾ മിഠായി കഴിക്കുന്ന പറ്റിച്ചേരും, ഞാൻ കേട്ടല്ലോ. അത് ശരി, പിള്ളേർക്ക് ഇപ്പൊ വന്നൊന്നൊരു വിലയില്ലല്ലോ. എങ്ങനെ വില കാണും? പിള്ളേരുടെ താളത്തിനൊപ്പം തുള്ളു. ഓക്കെ, മിഠായി ഇവിടെ ഇരുന്നാലല്ലേ നിങ്ങൾ കഴിക്കത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അമ്മ കുറച്ച് പിടിച്ചേ, നാരം കിട്ടും. മൊത്തമേ ഞങ്ങൾ തന്നെ കഴിയും. എന്ത് ചെയ്യും? കഴിയടാ, നീ മേടിച്ചോണ്ടല്ലേ? പിന്നെ
മറുവശത്തോട് വന്ന് നിൽക്കാൻ പറഞ്ഞല്ലേ. ഇതേണ്ട ആടി ആടി വരുന്നു. പെട്ടെന്ന് വാങ്ങോട്ട്. കുറച്ചും കൂടെ പതുക്കെ വരായിരുന്നു. എത്ര നേരെ വരാൻ പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഇങ്ങോട്ട് വരുന്ന കഴിക്കേ അമ്മനെ പിടിച്ചു നിർത്തി പാല് കുടിപ്പിച്ചു. എന്താ കുഞ്ഞമ്മ വരാൻ പറഞ്ഞേ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ഇതെവിടുന്നാ? കേശുവേട്ടൻ കൊണ്ടുവന്നപ്പോ ഞാൻ ആദ്യമേ മാറ്റി വെച്ചതാ. അപ്പൊ എന്നെ പറ്റിച്ച് മാറ്റി വെച്ചല്ലേ? ഞാൻ പറ്റിച്ച് മാറ്റി വെച്ചതൊന്നുമല്ല. മാറ്റി വെച്ചത് കൊണ്ട് നമുക്കിപ്പോ കഴിക്കാൻ പറ്റുമല്ലോ. എന്നാ എടുക്ക്. What you wanna do? It's on you. What you wanna do? It's on you. അപ്പൊ ഇതാണ് ഇവിടെ രണ്ടുപേർക്കും കൂടെ പരിപാടി അല്ലേ? രണ്ടും കൂടെ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു അല്ലേ? ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട വേണ്ട, കഴിക്കൂല. No, ലച്ചു. ലച്ചു. ദാ വരുന്നു. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. ലച്ചു. വരുന്നു. ഇങ്ങോട്ട് വാ. ഇപ്പൊ കാണിച്ചരാം, ഇപ്പൊ കാണിച്ചരാം. എന്താ